ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് കൂടി നോട്ടീസ്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചടയ്ക്കണം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ ക്ഷേമ പെൻഷൻ സ്വീകരിച്ചതിലുള്ള വൻ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 6 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവർ 18% പലിശയോടുകൂടി തുക തിരിച്ചടയ്ക്കണം എന്നാണ് കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊതുഭരണ വകുപ്പിലെ 6 പേർക്ക് ഈ രീതിയിൽ സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സർക്കാരിനെ സമീപിച്ചിരുന്നു. കാരണം ഇവർ ക്ഷേമ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്തു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കണമെന്നുള്ളതും അതോടൊപ്പം തന്നെ ഇവരെ പൊതുഭരണ വകുപ്പിൽ നിന്ന് പിരിച്ചുവിടണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ കത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനുള്ള ഒരു മറുപടി എന്ന നിലയ്ക്കാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. കാരണം ഈ 6 പേരെയും പിരിച്ചുവിടുന്നതിന് മുൻപ് തന്നെ നിലവിലുള്ള അനധികൃതമായി ഇവർ കൈപ്പറ്റിയ പണം, അത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 22,000 മുതൽ 86,000 രൂപ വരെയൊക്കെ ഉണ്ട്. ആ പൈസയും തിരിച്ചടയ്ക്കണം. അതിനൊപ്പം 18% പലിശയും ഇവരിൽ നിന്ന് ഈടാക്കണം. ബാക്കി നടപടികൾ ഈ പണം ഈടാക്കിയതിന് ശേഷം മതി എന്നൊരു നിലപാടിലേക്കാണ് സർക്കാർ പോയിരിക്കുന്നത്. കാരണം മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ 6 പേരും അവർ പാർട്ട് ടൈം സ്വീപ്പേഴ്സ് ആണ്. അവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ ഇവർ അനധികൃതമായി കൈപ്പറ്റിയ ഈ തുക തിരിച്ചു പിടിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തുക തിരിച്ചു പിടിക്കുക, അതിനുശേഷം ഈ പറയുന്ന രീതിയിലുള്ള മറ്റു നടപടികളിലേക്ക് പോകാം എന്നുള്ളൊരു നയവുമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഈ രീതിയിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ സമാനമായ നടപടി ഉണ്ടാകുമ്പോൾ ഈ ഒരു നയം തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കാൻ പോകുക. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, നമ്മൾ ഈ ഘട്ടത്തിൽ വരെ നടപടികൾ കണ്ടത്, പ്രത്യേകിച്ച് കൃഷി വകുപ്പിലാണെങ്കിലും ഇപ്പോൾ പൊതുഭരണ വകുപ്പിലൊക്കെ ആണെങ്കിലും ശരി, നടപടികൾ എടുക്കുന്നതൊക്കെ വളരെ താഴെ തട്ടിലുള്ള ജീവനക്കാർക്കെതിരെ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം സ്വീപ്പർമാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ താൽക്കാലിക ജീവനക്കാരാണ്, അവർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു പോകാൻ കഴിയില്ല. ആ ഒരു വീഴ്ച കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായും പ്രജിത്ത്, അതുതന്നെയാണ് അതിലെ യാഥാർത്ഥ്യവും എന്ന് പറയുന്നത്. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വലിയ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നത്. കാരണം പാവപ്പെട്ടവരുടെ ഈ സഹായധനത്തിൽ നിന്ന് പോലും കൈയിട്ട് വരുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തി. പക്ഷേ ഇപ്പോഴും പൊതുഭരണ വകുപ്പിലെ 6 സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വലിയവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുടർന്നും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. പ്രജിത്ത് മോഹനനാണ് അപ്പോഴും സംരക്ഷണം. അതെ അതെ അതെ.